ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. സാധാരണക്കാർക്ക് പങ്കെടുക്കാനുള്ള അഗ്നി പരീക്ഷ എന്ന പ്രോഗ്രാമിന്റെ എൻട്രി എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള പ്രൊമോ വരുന്നതും കാത്ത്. അതെ, നമ്മുടെ ലോഗോ ലോഞ്ചിന് ശേഷം പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. ഒത്തിരി സാധാരണക്കാർ ബിഗ് ബോസിൽ പോകണമെന്ന ആഗ്രഹവുമായി എങ്ങനെ പങ്കെടുക്കാം എന്നൊക്കെ ചിന്തിച്ച് ഇതിലേക്ക് എങ്ങനെ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള പ്രൊമോ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടീം പുറത്തു വിടുന്നത് നോക്കിയിരിക്കുകയാണ്. എനിവേസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ജൂൺ ആദ്യ ആഴ്ചയിലെ സെക്കൻഡ് വീക്കോട് കൂടി തന്നെ ഇതിന്റെ പ്രൊമോയ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിനെ നൈസായിട്ട് സൈഡ് ആക്കിക്കൊണ്ട് ഇതിനുശേഷം 1-2 മാസങ്ങൾക്കപ്പുറം തുടങ്ങുന്ന തമിഴ് ബിഗ് ബോസ് സീസൺ 10ന്റെ കോമൺ മാൻ എൻട്രി പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസ്. അതെ, അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും സാധാരണക്കാർക്കുള്ള എൻട്രി എങ്ങനെയെന്ന്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം. തമിഴ് ബിഗ് ബോസിൽ എങ്ങനെയാണ് കോമൺ മാൻ എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻ സീസണുകളിലൊക്കെ എങ്ങനെയാണോ നമ്മുടെ കോമണേഴ്സിനെ എൻട്രി നടത്തിയിരുന്നത്, സാധാരണക്കാർ എങ്ങനെയാണോ ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ, വെറൈറ്റി പ്രൊഫൈൽ, നമ്മൾ എന്തിന് ബിഗ് ബോസിൽ വരണം, നമ്മളെ എന്തുകൊണ്ട് എടുക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ടൊരു നല്ലൊരു ഇംപ്രഷൻ കിട്ടുന്ന ഒരു വെറൈറ്റി പ്രൊഫൈല് ബിഗ് ബോസിന്റെ ടീമിന് അയച്ചു കൊടുക്കുക. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്കറിയാം 3 മിനിറ്റ് താഴെ വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. തമിഴ് ബിഗ് ബോസ് 2 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കും ഏകദേശം 2 മിനിറ്റ് 3 മിനിറ്റിൽ അടങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കണം മലയാളം ബിഗ് ബോസിലും ഉൾപ്പെടുത്താൻ പോകുന്നത്. അവരുടെ വെബ്സൈറ്റിൽ vijayjiohotstar.com എന്ന വെബ്സൈറ്റിൽ കയറി ഈ പറയുന്ന പ്രൊഫൈൽ അവർക്ക് അയച്ചു കൊടുക്കണം. അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ ഈ പറയുന്ന അഗ്നി പരീക്ഷ അല്ലെന്നുണ്ടെങ്കിൽ കോമൺ മാൻ എൻട്രി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരികയും അവിടെ മികച്ച ടാസ്കുകളും അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതിൽ നിന്നാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ, കോമൺ മാൻ അല്ലെങ്കിൽ സാധാരണക്കാരെ തെരഞ്ഞെടുത്ത് ബിഗ് ബോസിലേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുക്കുന്നത്. ഓൾറെഡി തെലുങ്കുവിൽ കാര്യം വന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു, ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നു. അതേ സെയിം കാര്യം നമ്മുടെ തമിഴ് ബിഗ് ബോസിലേക്കും കൊണ്ടുവരുന്നു. നമ്മളാണ് തമിഴ് ബിഗ് ബോസിനേക്കാളും മുന്നേ ഈ ഒരു സീസൺ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ലോഗോ ലോഞ്ചിന്റെ സമയത്തും ഈ കാര്യം പറഞ്ഞതാണ്. പ്രൊമോ ഉടനെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇതൊന്നും ചെയ്യാതെ നമ്മളെക്കാളും കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്ന തമിഴ് ബിഗ് ബോസ് നമ്മളെ സൈഡാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസിനെ സൈഡാക്കിക്കൊണ്ട് അവർ ഈ പ്രൊമോ റിലീസ് ചെയ്തിരിക്കുന്നത്. എനിവേസ്, നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ മലയാളികളായിട്ടുള്ള ആൾക്കാർ തമിഴ് അറിയാം, തമിഴ് സംസാരിക്കാൻ, തമിഴ് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ട്, അതിനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, കോൺഫിഡന്റ് ആയിട്ടുള്ളവർക്കൊക്കെ തമിഴ് ബിഗ് ബോസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരെ ഈ ഒരു vijayjiohotstar.com എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ 2 മിനിറ്റ് താഴെ വരുന്ന ഒരു പ്രൊഫൈൽ അയച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വിളിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു പ്രൊമോ വരാൻ പോകുന്നു. താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു വെറൈറ്റി പ്രൊഫൈൽ, ബിഗ് ബോസിന്റെ ടീമിന് നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ അടങ്ങിയ ഒരു പ്രൊഫൈൽ റെഡിയാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി പ്രോപ്പറാക്കി സെറ്റ് ചെയ്ത് വെച്ചുകൊള്ളുക. നമ്മുടെ പ്രൊമോ വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ 2 മിനിറ്റ് ആണോ 3 മിനിറ്റ് വീഡിയോ ആണോ അതോ വേറെ എന്തെങ്കിലും ഫോർമാറ്റ് ആണോ എന്ന്. തമിഴിൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലും അതേ ഒരു രീതി തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രൊമോ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊള്ളുക, നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ ആഴ്ച അല്ലെ അടുത്ത ആഴ്ച തന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പങ്കെടുക്കാനുള്ള അഗ്നി പരീക്ഷയിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള പ്രൊമോ എത്തുന്നതായിരിക്കും. അതിലും നമ്മുടെ തെലുങ്കുവിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സാധാരണ നമ്മുടെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഗെയിം ഷോ നടക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു 10-15 എപ്പിസോഡുകളുള്ള ഒരു ഷോ ആയിരിക്കും. അപ്പൊ ഈ ഒരു ജൂൺ മാസത്തിലായിരിക്കും നമ്മുടെ പ്രൊഫൈലൊക്കെ വെരിഫിക്കേഷനും അതിനേക്കുള്ള കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ടൊരു ജൂലൈ ആദ്യ ആഴ്ച അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടിയായിരിക്കും ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. 15-20 എപ്പിസോഡുകൾ നടത്തി നെക്സ്റ്റ് നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് ആയിരിക്കും മെയിൻ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ. ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന പ്രോഗ്രാം, റിയാലിറ്റി ഷോ നടക്കാൻ പോകുന്നത്. അതിൽ ടാസ്കുകളും ബിഗ് ബോസിലൊക്കെ കാണുന്ന ടാസ്കുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ളിടത്ത് അഭിപ്രായം, നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ തരുന്നതായിരിക്കും. അതിൽ ജഡ്ജസും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒക്കെ ചേർന്നായിരിക്കും. മലയാളം ബിഗ് ബോസിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. എന്നാണെങ്കിലും ജഡ്ജസ് അതുപോലെ തന്നെ പ്രേക്ഷകരും ചേർന്നായിരിക്കും അതിൽ നിന്നൊരു 6 മുതൽ 8 കണ്ടസ്റ്റൻസിനെ, സീസൺ 8 ആയതുകൊണ്ട് 8 കണ്ടസ്റ്റൻസിനെ ആവാം, 8 സാധാരണക്കാർക്ക് ഒരു അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അവരെ തിരഞ്ഞെടുക്കുന്നത്, അവരെ എന്നിട്ട് ഡയറക്റ്റ് ബിഗ് ബോസിലേക്ക് അയക്കും. നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക. പോകാൻ താല്പര്യമുള്ളവരൊക്കെ പ്രൊഫൈൽ റെഡിയാക്കി അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചുകൊള്ളുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പയർ ആയിട്ട് പ്രോപ്പർ സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് ബിഗ് ബോസിന്റെ ടീമിന് അയച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് ഉടനെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കാണാം.